അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് സൂറത്ത് മുൽക്കിൻ്റെ 5-ാമത്തെ വചനത്തിലേക്ക് നമ്മളെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഓരോ ക്ലാസ്സുകളും ശ്രദ്ധിച്ച് കേൾക്കുകയും നോട്ട് ചെയ്യുകയും ഇതിൽ പഠിപ്പിക്കപ്പെടുന്ന ജീവിത പാഠങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ആക്ഷൻ സ്റ്റെപ്പുകൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു പഠനം ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നന്നായി ഉപകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമ. 5-ാമത്തെ വചനത്തിൽ ആകാശത്തെ അല്ലാഹു എന്തിനാണ് സംവിധാനിച്ചത് എന്നാണ് പറയുന്നത്. വലഖദ് സയ്യന്ന സമാഅദ് ദുനിയ ബിമസാബിഹ വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ വഅഅതദ്നാ ലഹും അദാബസ് സഈർ. ഇൻഷാ അല്ലാഹ് 3 ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആയത്ത് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ഭാഗം വലഖദ് തീർച്ചയായും, സയ്യന്ന നാം അലങ്കരിച്ചിരിക്കുന്നു. സയ്യന എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക, ഭംഗിയുള്ളതാക്കുക എന്നാണ് അർത്ഥം. സയ്യന്ന നാം അലങ്കരിച്ചിരിക്കുന്നു, അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല അത് ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു. അസ്സമാഅ എന്തിനെ? ആകാശത്തെ. ആകാശത്തെ നാം ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു, അലങ്കരിച്ചിരിക്കുന്നു. ഏത് ആകാശമാണ്? അദ്ദുനിയ, ദുനിയാവിനോട് ഏറ്റവും അടുത്ത ആകാശം. ബിമസാബിഹ, മസാബിഹ് മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണ്. മസാബിഹ് എന്ന് പറഞ്ഞാൽ വിളക്കുകൾ. ബിമസാബിഹ വിളക്കുകൾ കൊണ്ട് അടുത്ത ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു. തീർച്ചയായും നാം അലങ്കരിച്ചിരിക്കുന്നു. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഐ വലഖദ് ജമ്മൽന. ഇവിടെ സയ്യൻ എന്ന് പറഞ്ഞാൽ നാം ഭംഗി കൂട്ടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അസ്സമാ അദ്ദുനിയ എന്ന് പറഞ്ഞാൽ അല്ലതി തറൗനഹ വതലീക്കും, നിങ്ങളുടെ അടുത്തുള്ള അഥവാ മനുഷ്യരായ ഭൂമിയിൽ വസിക്കുന്ന നമ്മോട് ഏറ്റവും അടുത്തുള്ള ആകാശം ഏതാണ്? ആകാശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലതി തറൗനഹ, നമ്മൾ കാണുന്ന, നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ അടുത്ത ആകാശം. ബിമസാബിഹ വിളക്കുകൾ എന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞത് വഹിയ അന്നുജൂം നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. അലഖ്തിലാഫിഹ ഫിന്നൂരി വദ്ദിയ, വ്യത്യസ്ത രീതിയിൽ അതിൻ്റെ പ്രകാശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഫഇന്നഹു ലൗലാ മാ ഫിഹ മിനൻ നുജൂം ലകാനത്ത് സഖഫൻ മുദ്ലിമ ലഹുസ്ന ഫീഹി വല ജമാൽ. ഈ ആകാശത്ത് നക്ഷത്രങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്തു ഭംഗി അതിനുണ്ടാകുക, അതൊരു ഇരുണ്ട മേൽക്കൂരയായി മാറുമായിരുന്നു എന്ന് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് വിശദീകരിക്കണം. അപ്പോൾ ഈ ആകാശം അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചത്, ആകാശത്ത് നക്ഷത്രങ്ങളെ സംവിധാനിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് നമുക്ക് ഭംഗിയാക്കി തന്നിരിക്കുകയാണ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ അല്ലേ, രാത്രി നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തിലേക്ക് നോക്കും, ആ നക്ഷത്രത്തിൻ്റെ ഭംഗി എത്രയാണ്, എത്ര ആസ്വദിച്ചാണ് ആ നക്ഷത്രങ്ങൾ നമ്മൾ കാണാറുള്ളത്. ഒന്ന്, അതിൻ്റെ ലക്ഷ്യം അതാണ്. രണ്ടാമത്തത് അള്ളാഹു പറഞ്ഞു വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ. വജഅൽനാഹ അതിനെ നാം ആക്കിയിരിക്കുന്നു. ഏതിനെ? മസാബേഹിനെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ നാം ആക്കിയിരിക്കുന്നു. റുജൂമൻ എറിഞ്ഞോടിക്കുന്നവയാക്കിയിരിക്കുന്നു. ആരെ എറിഞ്ഞോടിക്കുന്നത്? ലിശയാത്തീൻ പിശാചുക്കളെ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം? മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ കൊണ്ട് ഉദ്ദേശം അദ്ദേഹം പറയുകയാണ്. വജഅൽനാഹ ഐ അൽ മസാബിഹ് റുജൂമൻ ലിശയാത്തീൻ എന്ന് പറഞ്ഞാൽ അല്ലദീന യുരീദൂന ഇസ്തിറാഖ ഖബരിസ്സമ, ആകാശത്തിലെ വാർത്തകൾ, ഏറ്റവും അടുത്ത ആകാശത്തിലെ വാർത്തകൾ, ഭൂമിയെക്കുറിച്ചുള്ള, മലക്കുകളുടെ അടുക്കലുള്ള ഭൂമിയെക്കുറിച്ചുള്ള ഭാവി കാര്യങ്ങൾ
അത് കട്ട് കേൾക്കാൻ വേണ്ടി പിശാചുക്കൾ എന്തു ചെയ്യും? പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ആ പിശാചുക്കളെ ഫജഅലല്ലാഹു ഹാദിഹി നുജൂം, അള്ളാഹു ഈ നക്ഷത്രങ്ങളെ ആക്കിയിരിക്കുന്നു ഹിറാസത്തൻ ലിസ്സമാഇ അൻ തലഖുഫി ശയാത്തീൻ അഖ്ബാർ അൽ അർള്, ഭൂമിയിലുള്ള വാർത്തകൾ പിശാച് കട്ട് കേൾക്കുന്നതിൽ നിന്ന്, അത് പിശാച് പിടിച്ചെടുക്കുന്നതിൽ നിന്ന് ഈ ആകാശത്തിനുള്ളൊരു പ്രൊട്ടക്ഷനായിട്ടാണ് ഈ നക്ഷത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. ഫഹാദിഹി ഷുഹുബു അല്ലത്തി തുർമ മിനൻ നുജും, നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന ആ ഒരു തീജ്വാലകൾ അതെന്ത് ചെയ്യും? ഈ പിശാചുക്കളെ എറിഞ്ഞോടിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഫിദ്ദുനിയാ ലിശയാത്തിൻ, പിശാചിന് വേണ്ടിയിട്ട് അള്ളാഹു ഭൂമിയിൽ ഒരുക്കി വെച്ച സംഗതിയാണത്. അപ്പോൾ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സംഗതിയാണ്. നമ്മളിവിടെ സമാധാനത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ സ്വാഭാവികമായും ഭൂമി ലോകത്ത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ അറിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ താഴ്മാറാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കട്ട് കേൾക്കാൻ പിശാചുക്കൾ ശ്രമിക്കുമ്പോൾ ആകാശ ലോകത്തിലെ വാർത്തകൾ, പ്രത്യേകിച്ചും ഒന്നാം ആകാശത്തിലെ വാർത്തകൾ, അത് കട്ട് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ള ഒരു സംരക്ഷണ വലയമായിട്ടാണ് യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിലൂടെ പറയുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വലിയ ഒരു ഹിക്മത്തിൻ്റെ യുക്തിയുടെ ഭാഗമാണ്. മൂന്നാമത്തത് അള്ളാഹു പറയുന്നു വഅതദ്നാ ലഹും അദാബസ് സഈർ. മാത്രമല്ല ഇവിടെ അവർക്ക് അവരെ കട്ട് കേൾക്കുന്നതിന് അവരെ എറിഞ്ഞോടിക്കുന്ന സിസ്റ്റം വെച്ച അതേ റബ്ബ് വഅതദ്നാ നാം റെഡിയാക്കിയിരിക്കുന്നു, ഒരുക്കി വെച്ചിരിക്കുന്നു ലഹും അവർക്ക്, ആർക്ക്? ഈ പിശാചുക്കൾക്ക് അദാബസ് സഈർ, അദാബ് ശിക്ഷ, അസ്സഈർ കത്തിജ്വലിക്കുന്ന ശിക്ഷ അഥവാ നരകശിക്ഷ അവർക്ക് ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഇവർക്ക് ഇവിടെ മാത്രം എറിഞ്ഞൊടിക്കുക മാത്രമല്ല, പരലോകത്തെത്തുമ്പോൾ കഠോരമായ കത്തിജ്വലിക്കുന്ന ആ നരകശിക്ഷ വരെ കാത്തിരിക്കുകയാണ്. അവരെയും അവരെ പിന്തുടരുന്ന ആളുകളെയും കാത്തിരിക്കുന്നുവെന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം തീർച്ചയായും ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്രങ്ങളാകുന്ന വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു. അവയെ നാം പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു. അവർക്ക് നാം ജ്വലിക്കുന്ന നരകശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന വലിയൊരു മെസ്സേജ്, ജീവിതത്തിലെ വലിയൊരു പാഠം എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ, നമ്മുടെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനുള്ള ഒരു കാരുണ്യം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിശാചുക്കൾ ആകാശത്തിലെ വാർത്തകൾ കട്ടുകേട്ട് ഇവിടെ നമ്മുടെ സ്വാസ്ഥ്യവും സമാധാനവും കളയാൻ വേണ്ടി പരിശ്രമിക്കുന്നതിൽ നിന്നും റബ്ബ് അവിടെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സമാധാനമുണ്ടാകണം, ഇവിടെ നമുക്ക് ആശ്വാസമുണ്ടാകണം. പിശാചുക്കളെ ഒരിക്കലും ഇവിടെ ആ നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന നിലക്കാണ് ഈ ഒരു റുജൂം അള്ളാഹു സുബ്ഹാനഹു തആല കട്ടുകേൾക്കുന്ന പിശാചുക്കൾക്കെതിരെ അതിശക്തമായ തീജ്വാലകൾ, അവരെ എറിഞ്ഞോടിക്കാനുള്ള തീജ്വാലകളെ ഈ നക്ഷത്രങ്ങളിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഇത് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യമാണ്. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ രംഗമെടുത്തു നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും മുച്ചൂടും എല്ലാ വശങ്ങളിലും നമ്മളെ വലയം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിന് ആത്മാർത്ഥമായി ഹംദ് പറയാൻ, അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായി പറയാൻ ഈ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ആക്ഷൻ സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തുള്ള ഈ ഒരു പിശാചുക്കളെ ആകാശങ്ങളിലേക്ക് കയറി കട്ടുവാർത്ത കേൾക്കുന്ന പിശാചുക്കളെ നക്ഷത്രങ്ങൾ കൊണ്ട് ഓടിക്കുന്നത് പോലെ, എറിയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ഈ വസ്വാസുകൾ ഉണ്ടാക്കുന്ന പിശാചുക്കളെ നമ്മൾ ഓടിക്കേണ്ടത് അള്ളാഹുവിലുള്ള ദിക്റുകളിലൂടെയാണ്, പ്രാർത്ഥനകളിലൂടെയാണ്.
പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾ, പ്രദോഷത്തിലുള്ള പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. സൂറത്തുൽ ബഖറ നമ്മൾ വീട്ടിൽ പാരായണം ചെയ്യുമ്പോൾ തെൻഫിറോ, പിശാച് വിരണ്ടോടുമെന്ന്, വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് വെച്ച സിസ്റ്റം റുജൂമാണ് എങ്കിൽ, ആകാശത്ത് വെച്ചുള്ള എറിഞ്ഞോടിക്കാനുള്ള സിസ്റ്റം അത് നക്ഷത്രങ്ങളിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളതെങ്കിൽ, ഭൂമിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ പിശാചുക്കൾ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ള ആയുധമായിട്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അതേ സൂറത്തുൽ ബഖറയുടെ പാരായണം, അതുപോലെ തന്നെ ദിക്റുകൾ, അദ്കാറുകളിൽ പ്രത്യേകിച്ചും പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മിസ്സാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ പിശാച് നമ്മളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ സമാധാനം കെടുത്തുന്ന ഇടങ്ങളിൽ നിന്ന് പിശാച് വിരണ്ടോടുന്ന, പിശാച് എറിഞ്ഞോടിക്കപ്പെടുന്ന ഒരു നല്ല സന്ദർഭത്തിന് നമുക്ക് സാക്ഷികളാകാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഈ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആൻ അത് പഠിക്കാനും ആ ഖുർആനിൻ്റെ യഥാർത്ഥ ഹിദായത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.